ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വൈകാതെ തന്നെ ഉണ്ടാകും എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ സൈനീസ് സർക്കാർ വീഴാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. ബി ജെ പിക്കുള്ള പിന്തുണ പിൻവലിച്ചതിന് ശേഷം അവർ ഭൂരിപക്ഷമില്ലാതെ ഭരിക്കുകയാണ്. എന്നാൽ ഭൂരിപക്ഷമുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്നതല്ലാതെ അത്തരത്തിലേക്കൊന്നും ഇതുവരെയും ബി.ജെ.പിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷത്തുണ്ടെങ്കിലും അവരോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുക തന്നെയാണ് ദുഷ്യന്ത് ചൗട്ടാല. കോൺഗ്രസുമായി ഒരു അനുരഞ്ജനത്തിന് തയ്യാറായി തന്നെയാണ് ദുഷ്യന്ത് ചൗട്ടാല നിൽക്കുന്നതെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സഖ്യകക്ഷികളെ രൂപീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആം ആദ്മിയും കോൺഗ്രസും ചേർന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തി. ആം ആദ്മിക്ക് കുരുക്ഷേത്രയിൽ നിസാര വോട്ടുകൾക്ക് പരാജയപ്പെടേണ്ടി വന്നെങ്കിൽ പോലും കോൺഗ്രസ് അവിടെ 10ൽ 5 സീറ്റുകൾ നേടിയെടുത്തു. അതായത് 9 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 5 സീറ്റുകൾ വരെ ലഭിച്ചു. അരവിന്ദ് കെജ്രിവാൾ പ്രചരണത്തിലിറങ്ങിയിരുന്നു. കെജ്രിവാളിൽ 10ൽ 10 ഇന്ത്യ മുന്നണിക്ക് നൽകണമേ എന്നുള്ള അപേക്ഷയുമായി തന്നെയാണ് അദ്ദേഹം രംഗത്ത് വന്നത്. തീർച്ചയായും ഇത് വളരെ ശക്തമായി തന്നെ ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയേറ്റു എന്നുള്ളത് ശരിയാണ്. മനോഹർലാൽ ഖട്ടർ മത്സരിച്ചെങ്കിൽ പോലും അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ വിജയം ഒഴിച്ചാൽ ബി.ജെ.പിക്ക് കാര്യമായിട്ടുള്ള മുന്നേറ്റമൊന്നും നടത്താൻ കഴിഞ്ഞില്ല. കാരണം ശരാശരി ഭൂരിപക്ഷം എന്നത് ഹരിയാനയിൽ ബി.ജെ.പി നേടിയത് 3 ലക്ഷം വോട്ടുകളാണ്. അത് ഇത്തവണ 2 ലക്ഷത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ പലയിടത്തും ബി.ജെ.പി സ്ഥാനാർത്ഥികൾ ജയിച്ചത് വളരെ താഴ്ന്ന മാർജിനിലാണ്. മനോഹർലാൽ ഖട്ടറിൻ്റെ വിജയമാണ് സാമാന്യം വലിയ രീതിയിലുള്ള വിജയമായി അവർ കണക്കാക്കുന്നത്. അത്രയധികം പോപ്പുലാരിറ്റി അദ്ദേഹം നേടിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ബി.ജെ.പിക്ക് മൊത്തത്തിൽ ഹരിയാനയിൽ ക്ഷീണം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് രൺദീപ് സുർജേവാല പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഹരിയാനയിൽ നിന്നുള്ള നിയമസഭ അംഗം കൂടിയായിട്ടുള്ള രൺദീപ് സുർജേവാല ഒരു മികച്ച രീതിയിലുള്ള പ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹം തീർച്ചയായും പറയുന്നത് ഹരിയാനയിൽ സർക്കാർ കൂടെയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കാൻ യാതൊരു തർക്കവുമില്ല, അത്തരത്തിലേക്ക് ജനങ്ങൾ മാറി ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ്. നിലവിലെ സർക്കാരിനെതിരെ അവിശ്വാസം കൊണ്ടുവരാതെ തന്നെ അവർ താനെ വീണോളും. അതിനനുസരിച്ചാണ് ഇപ്പോഴത്തെ നീക്കം. ബി.ജെ.പിക്കുള്ളിൽ തന്നെ മുറിവുറുപ്പുണ്ട്. അധിക ദിവസം പോകത്തില്ല. ബി.ജെ.പിയിൽ നിന്നും പലരും കോൺഗ്രസിലേക്ക് വരാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട്. ഇതൊക്കെ ആകുമ്പോൾ തീർച്ചയായും കോൺഗ്രസ്സിന് കൂടുതൽ ഗ്രിപ്പ് കിട്ടുന്ന സ്ഥലമായി ഹരിയാന നിയമസഭ മാറിയിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. ഹരിയാനയിലെ 90ൽ 50ൽ കൂടുതൽ സീറ്റുമായി ഇത്തവണ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്നാണ് കുമാരി സെൽജ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. നിരവധിയായ നേതാക്കൾക്ക് അടിത്തറയുള്ള സ്ഥലം തന്നെയാണ് ഹരിയാന. കോൺഗ്രസ്സിന് മികച്ച രീതിയിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന.